നിങ്ങൾ 5000 രൂപയ്ക്ക് ഒരു മെഷീൻ മേടിച്ചാൽ നിങ്ങൾക്ക് ഒരു പണിയാവുമെന്ന്. ശരിയാ, 5000 രൂപയ്ക്ക് മെഷീൻ മേടിച്ചാൽ നിങ്ങൾക്ക് ഇത് കൊണ്ട് നടന്ന് നിങ്ങൾക്ക് ഊപ്പാട് വരും. അത് തന്നെ ശരിക്കും നിങ്ങളുടെ സ്ഥിരം ജോലി. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല കമ്പനി മേടിക്കുക, ഉപയോഗിക്കുക. ഈ ബ്രഷ് കട്ടർ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കണം. അല്ലാതെ അവനും ചെയ്തു ഞാനും ചെയ്തു എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറ്റി നമ്മൾ ഏതൊരു ജോലി ചെയ്താലും അത് ബ്രഷ് കട്ടർ അല്ല, മമ്മട്ടിപ്പണിക്ക് പോയാലും ഒരു ദിവസം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്നും നമ്മൾ വ്യത്യസ്തമായി ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകണം. പടവലങ്ങ പോലെ താഴോട്ടല്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് നമ്മളെ വിളിച്ച് തെറി പറഞ്ഞവർക്ക് പറയാം, അതാണ്ട് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മിഷൻ സ്റ്റിൽ എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മൾ 10 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്റ്റിൽ എന്ന് പറയുന്ന കമ്പനിയെ ഈ പറയുന്ന കണക്ക് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. കാരണം ഇത് എനിക്ക് ഈ ഒരു കമ്പനിയുടെ പരസ്യ കാര്യങ്ങളൊന്നുമല്ല, ഇത് ഞാൻ 10 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പനിയാണ്. ആ ഒരു കമ്പനി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉപകാരമാണ്, ലാഭം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇതേ സംബന്ധിച്ച് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് തന്നെ നമ്മളെ വിളിച്ച് ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റിൽ എന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അവർക്കുള്ളൊരു മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ചേട്ടാ, നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെഷീൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30 രൂപയ്ക്ക് അടുത്തേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 30 രൂപയ്ക്ക് അടുത്ത് വരുന്ന ഈ ഒരു മെഷീൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് ഇത് സാധനം മുതലായി. അപ്പോഴത്തേക്ക് എന്തുമായാലും ഒരു വർഷത്തേക്ക് ഇതിന് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എത്ര നമുക്ക് കണ്ണടച്ചിട്ട് അടിച്ചാലും ഇതിന് ഒരു വർഷത്തേക്ക് ഒന്നും പേടിക്കേണ്ട. അതിൻ്റെ ഇടയ്ക്കാണ് 500 രൂപ വരത്തേ ഉള്ളൂ ഇതിനൊരു കപ്പ് മാറിയിട്ട് കൊടുക്കാൻ. ഒരു 500-1000 രൂപയ്ക്ക് അടുത്ത ചിലവ് വരുന്നുള്ളൂ. അത് നമുക്ക് ഈ വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഈ ഒരു മെഷീൻ നഷ്ടം ഒരിക്കലും അവിടെ നിന്ന് നമുക്ക് നഷ്ടം വരില്ല. ഏകദേശം ഒരു വർഷം ഈ മെഷീൻ ഒന്നും പേടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ മണിക്കൂർ വെച്ച് കണക്ക് കൂട്ടിക്കുമ്പോൾ തന്നെ അതിൽ നമുക്ക് നഷ്ടം വരുന്നില്ല. പിന്നീട് പറയുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു മെഷീൻ ഞങ്ങൾ 15 വർഷമായിട്ട് ഞങ്ങൾ ഉപേക്ഷിച്ചു. ഞങ്ങൾ 15 വർഷം 20 വർഷമൊക്കെ അടിച്ചവരെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞ ചേട്ടാ, നമ്മൾ മെയിനായിട്ട് ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഏതെങ്കിലും പാവങ്ങളായിരിക്കും, ആരെങ്കിലും ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ശരിക്കും പറഞ്ഞാൽ ഒരു മെഷീൻ മേടിക്കുന്നു. ഈ മെഷീൻ മേടിച്ച് നമ്മൾ ഒരു ദിവസം ഏകദേശം ഒരു 300 രൂപ വെച്ച് നമ്മൾ മേടിക്കുക. 8 മണിക്കൂർ നമ്മൾ കാടടിക്കാൻ പോയാൽ നമുക്ക് ഏകദേശം ഒരു 2400, 2400 രൂപ നമുക്ക് ഇത് കിട്ടും. അതിനകത്ത് ഏകദേശം ഒരു 400 രൂപയാണ് ചേട്ടാ ഇതിനകത്ത് നമുക്ക് ആ ഒരു ചിലവ് അങ്ങോട്ട് മാറുന്നത്. ബാക്കി 2000 രൂപയുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ഡെയിലി ഈ മെഷീൻ്റെ തേയ്മാനം അത് കണക്കൂട്ടി നിങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്കൊരു മെഷീന് കംപ്ലയിൻറ്റ് വരുമ്പോൾ അതിൽ നിന്ന് എടുത്ത് നിങ്ങൾ ഈ ഒരു കംപ്ലയിൻറ്റ് മാറ്റിയാൽ നിങ്ങൾക്ക് ഒരു കാലത്ത് ഇത് നഷ്ടം വരത്തില്ല. നിലവിൽ നമുക്ക് ഈ ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ എല്ലാവരും എങ്ങനെയെങ്കിലും ഒരു മെഷീൻ മേടിക്കും. അങ്ങനെ മേടിക്കുന്നവരെ ആരെയും നമ്മൾ കുറ്റം പറയുന്നത് താഴ്ത്തിക്കെട്ടുന്നതല്ല. സത്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ മറ്റുള്ളവർ ഓരോരുത്തർ ഇത് കൊള്ളത്തില്ല എന്ന് പറയുമ്പം എന്തുകൊണ്ടാണ് കൊള്ളാത്തത് എന്നുകൂടെ ഞാനത് പറഞ്ഞു തരുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെഷീന് കംപ്ലയിൻറ്റ് വരുമ്പോൾ ആരുടെ കയ്യിലും പൈസ കാണത്തില്ല. അങ്ങനെ നമ്മൾ നുള്ളിപ്പറക്കിയൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ഹെഡിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 7000 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. പക്ഷേ ലോക്കലാണെങ്കിൽ ചൈനയുടെ മെഷീനൊക്കെ ആണെങ്കിൽ 1500, 2000, 3000 രൂപയ്ക്കകത്ത് കിട്ടും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ബ്രാൻഡഡാണ്. ഇത് ആ ചൈനയുടെ 3000 രൂപയ്ക്ക് കിട്ടുന്ന ആ ഒരു ഹെഡും ഉണ്ട്, ഗിയർ ഹെഡും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 6 മാസം ഉപയോഗിക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് സ്റ്റില്ലിൻ്റെ ഈ ഗിയർ ഹെഡ് ആണെങ്കിൽ ഈ 7000 രൂപ കൊടുത്ത് മേടിച്ചാൽ വീണ്ടും 2 കൊല്ലം കിടക്കും. അപ്പോൾ അവിടെ ലാഭമാണ്. പക്ഷേ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ 7000 രൂപ കൊടുത്ത് ഈ ഒരു ഗിയർ ഹെഡ് മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കടബാധ്യതയും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും ചിലപ്പം ഒരു മെഷീൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആരെയും ബാധ്യത ഉള്ളവരെ കുറ്റം പറയുന്നതല്ല, എല്ലാവർക്കും ഉണ്ട് ബാധ്യത, എനിക്കും ഉണ്ട് ബാധ്യത. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇതിന് സ്പെയറിന് വില കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞ് ഇങ്ങനെ സ്പ്രെഡ് ആക്കുന്നത്. മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ സ്റ്റില്ല് കൊള്ളില്ല, അല്ലെങ്കിൽ ഇന്ന കമ്പനി കൊള്ളില്ല എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ സ്പ്രെഡ് ആക്കുന്നത്. അതിലൂടെ നഷ്ടം വരുന്ന ആർക്കാ? അവരവർക്ക് തന്നെയാണ്. കാരണം ഇതുപോലുള്ള പവറുള്ള മെഷീൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വർക്ക് കൂടുതൽ കിട്ടും. ഈ കൂടുതൽ കിട്ടുന്നതിന് സ്ഥാനത്ത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ചൈനയുടെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റ് ഒരുപാട് മെഷീൻ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ശരിക്കും പറഞ്ഞാൽ ആ മെഷീനൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉത്സവത്തിന് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ JCB ഹിറ്റാച്ചിയൊക്കെ നിരത്തി വെച്ചേക്കുന്ന കണക്കാണ് നിങ്ങൾ ഈ 5000 രൂപയ്ക്ക് 7000 രൂപയ്ക്കൊക്കെ മേടിക്കുന്ന മെഷീനെ കാണുമ്പം എനിക്ക് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കത് കാണുമ്പോൾ തന്നെ നമ്മളെല്ലാം ഉത്സവത്തിനൊക്കെ പോകുമ്പം ഹിറ്റാച്ചിയൊക്കെ നിരത്തി വെച്ചേക്കുന്ന കണക്കാണ് നമുക്ക് ഈ മെഷീൻ കാണുന്നത്. കാര്യം കൊണ്ടുപോയ 3-ൻ്റെ അന്ന് എന്തുവായാലും ഒരുപാട് പേര് പറയുന്നുണ്ട്, വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ടല്ലേ, നിങ്ങൾ 5000 രൂപയ്ക്ക് ഒരു മെഷീൻ മേടിച്ചാൽ നിങ്ങൾക്കൊരു പണിയാവുമെന്ന്. ശരിയാ, 5000 രൂപയ്ക്ക് മെഷീൻ മേടിച്ചാൽ നിങ്ങൾക്ക് ഇത് കൊണ്ട് നടന്ന് നിങ്ങൾക്ക് ഊപ്പാട് വരും. അത് തന്നെ ശരിക്കും നിങ്ങളുടെ സ്ഥിരം ജോലി. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല കമ്പനി മേടിക്കുക, ഉപയോഗിക്കുക. അത് സ്റ്റില്ലെന്നല്ല, ഏതായാലും നല്ല പവറുള്ള മെഷീൻ മേടിക്കുക, ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ ഒപ്പം തന്നെ നിങ്ങളൊരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾ സ്ഥിരം മാറ്റി വെച്ച് നോക്കും. നിങ്ങൾക്ക് ഏത് മെഷീൻ ഉപയോഗിച്ചാൽ അത് ലാഭമാണ്. അത് സ്റ്റില്ലെന്നല്ല, ഏത് കമ്പനികളുടെ ആയാലും അത് നിങ്ങൾ മാറ്റി വെക്കാൻ ശ്രമിക്കുക. മാറ്റി വെക്കാത്ത പക്ഷം നമ്മൾ ഈ സ്പെയറിന് വില ഉണ്ടാവും.
ഏത് സ്പെയറിനായാലും ഏത് കമ്പനിയുടെ സ്പെയറിനായാലും വില ഉണ്ടാവും. പക്ഷേ കുറഞ്ഞ കമ്പനികളാകുമ്പോൾ ലോക്കൽ സാധനമാണ് കിട്ടുന്നതെന്ന് ആലോചിക്കണം. അതിന് ശരിക്കും പറഞ്ഞാൽ 6 മാസം വാറണ്ടി ഉള്ളെങ്കിൽ ബ്രാൻഡഡ് കമ്പനികളുടെ സ്പെയർ പാർട്സ് മേടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റേറ്റും വരും, കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഒരാളെ ഫോണിലൂടെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ 20 വർഷമായിട്ട് ചെയ്യുന്നു, 30 വർഷമായിട്ട് ഞങ്ങൾ ചെയ്യുന്നു നല്ല കാര്യം. ഒരു ദിവസമാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് അത് പഠിച്ചിരിക്കണം. എന്തിനാണ് ഈ ബ്രഷ് കട്ടർ ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കണം. അല്ലാതെ അവനും ചെയ്തു ഞാനും ചെയ്തു എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറ്റി നമ്മൾ ഏതൊരു ജോലി ചെയ്താലും അത് ബ്രഷ് കട്ടർ അല്ല, നമ്മൾ നമ്മട്ടിപ്പണിക്ക് പോയാലും ഒരു ദിവസം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്നും നമ്മൾ വ്യത്യസ്തമായി ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകണം. പടവലങ്ങ പോലെ താഴോട്ടല്ല നമുക്ക് വളരേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടിരുന്നാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയും. സംശയമുള്ളവർക്ക് എന്നെ വിളിച്ചാൽ ഞാനത് പറഞ്ഞു തരും.